അപ്പം ഇന്ന് കാത്തുക്കുട്ടനെ കൂട്ടാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ചെറിയൊരു യാത്ര പോവുക കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കോട്ടയം വരെയാണ്. നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. A1 ട്രാവൽസിലാണ് നമ്മുടെ ഗിഫ്റ്റ് എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു. കാത്തുക്കുട്ടനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇന്നുപോലെ ഒരു ഗിഫ്റ്റ് നമുക്ക് അവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാത്തുക്കുട്ടനെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ്. ബൈക്കിനാണ് പോയത്, പക്ഷേ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി വലിയ പ്രോഡക്റ്റ് തന്നെയായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതെ, നമുക്ക് വന്നിരിക്കുന്ന ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഇതുപോലൊരു ടോയ് കാറാണ് കേട്ടോ. അപ്പം നിങ്ങളത് കണ്ടോളുക. അപ്പം നല്ല രീതിയിലുള്ള പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം നോക്കി, അതിനകത്ത് എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ആക്ച്വലി അത് നോക്കാതെയാണ് ഫിറ്റ് ചെയ്യാനായിട്ട് റെഡി ആയത്. അപ്പം ചേട്ടന് കുറച്ച് ധൃതി കൂടുതലായിരുന്നു. കണ്ടപാടെ അതൊന്ന് ഫിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ള വിചാരമായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടോയിയാണിത്. അപ്പം കണ്ടോ, അതിനകത്തെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നല്ല പാക്കിങ്ങിലാണ് അയച്ചു തന്നിരിക്കുന്നത്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെ. അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്നൊന്നും ബ്രേക്കായി പോവില്ല, പൊട്ടിപ്പോകും, ഡാമേജ് ആകുമൊന്നും ചെയ്യത്തില്ല. അപ്പം അതുപോലുള്ള പാക്കിങ്ങും തന്നെയായിരുന്നു അത് ചെയ്തു തന്നിരുന്നത്. അപ്പം റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കാറാണ്. ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ടാണത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പറയുന്ന വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള രീതിയിലെല്ലാം അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീലിൻ്റെ അറേഞ്ച്മെൻറ്റാണ് കാണുന്നത്. ഞങ്ങൾക്ക് ധൃതി അല്പം കൂടിയത് കൊണ്ട് വീലിൻ്റെ ആദ്യം അലോയ്സ് എല്ലാം ആദ്യം തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. പക്ഷേ ആക്ച്വലി അത് അന്നേരം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാറിൽ വീല് പിടിപ്പിച്ച ശേഷം മാത്രമാണ് അലോയ് സെറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത്. പിന്നീട് അത് തിരിച്ച് ഊരിയെടുക്കാനായിട്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു. ചേട്ടന് കുറച്ച് ധൃതി കൂടിയത് കൊണ്ട് അലോയ്സ് ആദ്യം അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആക്ച്വലി 4 വീലും വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ശേഷം മാത്രമേ അലോയ് ഘടിപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. പിന്നെ അത് തിരിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഞങ്ങൾ ആദ്യം കുറച്ച് പാടുപെട്ടു അതൊന്ന് എടുക്കാനായിട്ട്. പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അതെ, അപ്പം വീലും എല്ലാം ഫിറ്റ് ചെയ്ത് വന്നു. ഇപ്പോഴാണ് ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിലായത് വീൽ ഇപ്പോഴല്ലായിരുന്നു, അത് അലോയ്സ് അപ്പോഴല്ലായിരുന്നു വെക്കേണ്ടിയിരുന്നത്. പിന്നീട് അത് വലിച്ചുവിടാനായിട്ട് ആദ്യം തൊട്ടേ പാടുപെട്ടു. പിന്നീട് ഒരു രീതിയിൽ എങ്ങനെയോ അത് സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. കുഴപ്പമൊന്നും പറ്റിയില്ല, ബ്രേക്കൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് അച്ഛൻ എന്തൊക്കെയോ ചേട്ടനോട് വന്ന് വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ധൃതി കൂടിയിട്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കാത്തുക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നേ. ഈ ഒച്ചയെല്ലാം കേട്ടിട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. വണ്ടി കംപ്ലീറ്റ് ആയി. കാത്തുക്കുട്ടനോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ അവൾ കയറത്തില്ലായിരുന്നു. അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇത് കാത്തുക്കുട്ടന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ് അല്ല, ഉള്ളതാന്ന് വഴിയേ പറയാം. അപ്പം നമ്മുടെ വണ്ടിയുടെ ഫുൾ സൗണ്ട് നിങ്ങൾ കേട്ടോളുക. അപ്പം നമ്മുടെ കാറ് റീപാക്ക് ചെയ്ത് ഞങ്ങൾ വീണ്ടും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് കാണണ്ടേ? ഇത് നമ്മുടെ സിദ്ധിക്കുട്ടനാണേ. അപ്പം അവൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ നമ്മൾ ഗിഫ്റ്റ് നേരത്തെ തന്നെ വീട്ടിലെത്തിച്ചിരുന്നു. അവന് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോഴത്തേക്കും. അപ്പം എങ്ങനെയാണ് അത് ഓടിക്കേണ്ടതെന്നൊക്കെ അപ്പാപ്പി പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം കുഞ്ഞിന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവനത് പിക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.